കേരളത്തിലെ ആചാരം സംബന്ധിച്ചിട്ട് രണ്ട് പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണ്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഒക്കെ പുലർത്തുന്ന വീക്ഷണം. മറ്റൊന്ന് വേണമെങ്കിൽ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടെ പറയാവുന്നത് CPM നേതാവ് M സ്വരാജ് പുലർത്തുന്ന ഒരു സമീപനം. യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഈ രണ്ട് വീക്ഷണങ്ങൾക്കും അപ്പുറമാണ് ഈ സാംസ്കാരികമായ ഒരു കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സംസ്കാരത്തിൻ്റെയും ഒക്കെ സ്ഥാനം. വിശേഷിച്ചും പുതിയ പാഠ്യപദ്ധതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ആർട്ടിന് മറ്റ് വിഷയങ്ങളുടെ അതേ പ്രാധാന്യത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുമുണ്ട്. അത് നമ്മളുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും ആ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നിർമ്മിത ബുദ്ധി യുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ആർട്ടിനെ നമ്മളുടെ പാഠ്യപദ്ധതിയിലേക്ക് മുഖ്യ പ്രാധാന്യത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കലയുടെ പഠനം, അതിൻ്റെ സാധ്യത പൂർണ്ണമായിട്ടും വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ ആചാരങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട മുഖ്യധാര രണ്ട് വീക്ഷണങ്ങളിൽ നിന്നും പുറത്തു വരണം. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ കലകളെടുത്ത് നോക്കുക, ഒരു കല പോലും ക്ഷേത്രകലയിൽ നിന്ന് അന്യമല്ല. സകല ക്ഷേത്രങ്ങളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാനുള്ള ഒരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സമീപനത്തിലേക്ക്, ആ ഒരു ചർച്ചയിലേക്ക്, അതിനുള്ളൊരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലേക്ക് ശ്രമിക്കേണ്ടതിൻ്റെ അടിയന്തര ഘട്ടം കൂടിയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്.